ഇന്നത്തെ വീഡിയോ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ പോയതാണ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ പോകണമെന്ന്. നമുക്കന്നേരം വീഡിയോയിലേക്ക് പോവാം. അൻവി ദ ഡ്രീം വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തേക്ക് പോയ യാത്രാ വിവരണവും അമ്പലത്തെക്കുറിച്ചുള്ള കുറച്ച് ചരിത്രവും അതെല്ലാം ഉൾക്കൊണ്ട ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തേക്കുന്നത്. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 7:30 ബസ് ഉണ്ടായിരുന്നു. ബസ്സിൽ നിന്ന് നേരെ കൊട്ടാരക്കരയ്ക്ക് വന്നു. കൊട്ടാരക്കരയിൽ നിന്ന് നേരെ കൊല്ലത്തേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. പുനലൂർ കൊല്ലം ലോക്കൽ ട്രെയിൻ ഉണ്ട്. അന്നേരം ട്രെയിനിൽ യാത്ര എനിക്ക് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലത്തേക്ക് ട്രെയിനിൽ തന്നെയാണ് പോയത്. കൊല്ലത്ത് ചെന്നപ്പം അടുത്ത ട്രെയിൻ കയറി കണ്ണൂരിലേക്ക് കേരള സബർമതി എക്സ്പ്രസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എക്സ്പ്രസ് ആയതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റേഷനിലൊന്നും വണ്ടി നിർത്താത്തതുകൊണ്ട് ഓൺ ടൈമിൽ തന്നെ കണ്ണൂർ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രെയിൻ വന്നത് 10:30-ക്കായിരുന്നു. കണ്ണൂർ എത്തിയത് 5:52-നായിരുന്നു ട്രെയിനിൻ്റെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് സമയത്ത് തന്നെ കണ്ണൂർ എത്തിയായിരുന്നു. അതേപോലെ തന്നെ എക്സ്പ്രസ് ആയതുകൊണ്ടും കൊല്ലത്തുനിന്ന് എനിക്ക് കയറാൻ പറ്റിയതുകൊണ്ടും അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ട്രെയിനിൽ തിരക്ക് കൂടി വന്നു. എനിക്ക് വിൻഡോ സീറ്റായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അന്നേരം പോകുന്ന വഴിയിലുള്ള യാത്രകളെല്ലാം ഞാൻ വിൻഡോ സീറ്റിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് എല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നും കട്ട് ചെയ്ത് കളയാൻ എനിക്ക് തോന്നിയില്ല. നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. അന്നേരം ഞാൻ കറക്റ്റ് സമയത്ത് കണ്ണൂർ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് നേരെ ഒരു ഓട്ടോയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് നേരെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തേക്കുള്ള ബസ്സിൽ കയറി. 17.5 കിലോമീറ്ററാണ് അവിടുന്ന് വരുന്നത്. പോകുന്ന വഴിക്ക് കണ്ട നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇത്. എന്ത് സുന്ദരിയായിട്ട് ആകാശവും അതേപോലെ ആ കടലും കാണുന്നത്. അങ്ങനെ ഞാൻ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തെത്തി. മുത്തപ്പൻ്റെ അടുത്തെത്തിയപ്പം രാത്രി ഒരു 7:30-ഒക്കെ ആയിട്ടുണ്ടായിരുന്നേ. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നല്ല കൗതുകവും വ്യത്യസ്തമായ കാഴ്ചകളുമായിരുന്നു ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഇതേപോലെ മുത്തപ്പൻ്റെ പല ചിത്രങ്ങൾ വരച്ച് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന കാഴ്ചയാണ്. ഇത് മുത്തപ്പൻ്റെ പ്രസാദമാണ്. വൻപയർ പുഴുങ്ങിയതും തേങ്ങയും പിന്നെ ചായയും. ഇത് രാത്രി കാഴ്ചയാണ്. രാത്രി അവിടുത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേന് ഭക്ഷണം ഉണ്ടായിരുന്നു. ചോറും സാമ്പാറും പച്ചമോരുമായിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി പ്രത്യേകം ക്യൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് അവിടുത്തെ രാത്രി കാഴ്ചകളാണ്. പകലുള്ള കാഴ്ചകൾ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് അമ്പലത്തിൻ്റെ വകയായിട്ട് തന്നെ നമുക്ക് കിടക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. അതിന് പ്രത്യേകം പൈസയും കാര്യങ്ങളൊന്നും ഈടാക്കുന്നില്ല. നമ്മൾ രാവിലെ മുത്തപ്പൻ്റെ പ്രസാദം കഴിച്ചതിൻ്റെ മുകളിലത്തെ നിലയും താഴത്തെ നിലയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് മൊത്തത്തിൽ 3 ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. മേളിലും റൂം ഉണ്ടായിരുന്നു, താഴെയായിരുന്നു ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ്. അങ്ങനെ ഞാൻ അതിരാവിലെ എണ്ണീറ്റിട്ടുണ്ടായിരുന്നു. താഴേക്കുള്ള കാഴ്ചകളിലൂടെ കാണാം. ഇത് നമ്മൾ പ്രസാദം കഴിക്കുമ്പോൾ ആ ഒരു മുറിയിലെ കാഴ്ചയാണ്. ഓരോ സ്ഥലത്തും മുത്തപ്പൻ്റെ പല ചിത്രങ്ങളും ഇദ്ദേഹം വരച്ചു വെച്ചിട്ടുണ്ട്. അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സ്ഥലമുണ്ട്. മുത്തപ്പൻ്റെ പ്രസാദം രാവിലെ 7:30 മുതൽ രാത്രി 8 മണി വരെ നമുക്ക് കിട്ടും. ഇത് മുത്തപ്പൻ്റെ പ്രസാദ കൗണ്ടറിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ചിത്രമാണ്. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ളൊരു വ്യൂ. വലിയൊരു കൊടിമരമുണ്ട്. ഇതാണ് കേട്ടോ വഴിപാട് കൗണ്ടർ. എന്തൊക്കെ വഴിപാടുകളാണ് അവിടെ ചെയ്യുന്നതെന്നും അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്ന സ്ഥലമാണ്. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 4 മണി വരെ ഉണ്ട്. ഇത് വീൽ ചെയറാണ് കേട്ടോ. വയ്യാത്തവർക്കായിട്ട് മുത്തപ്പനെ കാണാൻ പോകാനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് നട തുറക്കുന്നത്. നട പകൽ അടയ്ക്കാറേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ഥലത്തും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സ്ഥലങ്ങളുണ്ടെന്ന്. അതേപോലെ ഓരോ ബോർഡുകളിലാക്കി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ എളുപ്പമാണ്. ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു മുൻപരിചയക്കുറവും തോന്നാത്ത രീതിയിലാണ് അമ്പലത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. വളപട്ടണം നദിയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ മുന്നിലൂടെ ഒഴുകുന്നത്. ക്ഷേത്രത്തിന് മുൻവശത്തുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ചുറ്റും പറശ്ശിനിക്കടവിന് എടുത്തു പറയേണ്ട കാര്യമാണ് ഇവൻ നായ്ക്കുട്ടികൾ. കുറച്ചധികം നായ്ക്കുട്ടികളെ നമുക്ക് പറശ്ശിനിക്കടവിൽ കാണാൻ പറ്റും കേട്ടോ. അമ്പലം തുറക്കുമ്പം തന്നെ ആദ്യം ഒരു നായ്ക്കുട്ടി കയറിയിട്ടാണ് നമ്മൾ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ അതിരാവിലെയുള്ളൊരു കാഴ്ചയാണ്. അത്യാവശ്യം തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബോട്ടിലേക്ക് പോകാനുള്ള ആ ഒരു വഴിയിൽ നിന്നാണ് നമുക്ക് അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ നല്ല ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓരോ ആനകളുടെ ശില്പമായാലും എന്ത് ഭംഗിയായിട്ട് അവരത് ചെയ്തു വെച്ചേക്കുന്നത്. അവിടുത്തെ ഓരോ കാഴ്ചകളായാലും മനോഹരമാക്കുന്നത് നല്ല വൃത്തിയായിട്ട് ഓരോ സ്ഥലവും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഫാമിലി ആയിട്ട് പോകാനായിട്ട് പ്രത്യേക സൗകര്യമുണ്ട്.
പിന്നെ ഗവൺമെൻറ്റിൻ്റെ വക ബോട്ടും ഉണ്ട് കേട്ടോ. താഴത്തെ നിലയിൽ ഇരിക്കാനായിട്ട് 40 രൂപയും മുകളിലത്തെ നിലയിലാണെങ്കിൽ 50 രൂപയാണ്. ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയിട്ട് വന്ന സമയം കൊണ്ട് ആദ്യത്തെ ട്രിപ്പ് പോയായിരുന്നു, നമ്മൾ രണ്ടാമത്തെ ട്രിപ്പിലാണ് പോകുന്നത്. ഞാൻ മുകളിലത്തെ നിലയിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് കയറിയിട്ടുണ്ടാവുക. ആ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. 50 രൂപയ്ക്ക് അരമണിക്കൂറാണ് നമുക്ക് സമയമുള്ളത്. ഇത് നമ്മൾ ബോട്ടിലേക്ക് പോകുന്നുള്ളൊരു വഴിയാട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അറിയാവുന്നൊരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ അന്തൂർ നഗരസഭയുടെ പറശ്ശിനിക്കടവ് വളപട്ടണം നദിക്കരയിലാണ് മുത്തപ്പൻ്റെ അമ്പലം. തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെ മത്സ്യകരാ കിരീടം, വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനും ചന്ദ്രകലാ കിരീടം എന്ന പേരിലും ഇവിടെ തെയ്യം കൊള്ളുന്നു. തെയ്യം കിട്ടിയിരുന്ന മുത്തപ്പൻ്റെ മുന്നിൽ നേരിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം കൂടി ഇവിടെ ഉണ്ട്. എനിക്ക് മുത്തപ്പനെ കാണാൻ പറ്റിയില്ല. എല്ലാ ദിവസവും മുത്തപ്പൻ കാണത്തില്ല. എല്ലാ വർഷവും തുലാം 1 മുതൽ വൃശ്ചികം 15 വരെയും കർക്കിടകം മകരം മാസത്തിലെ അമാവാസി ദിനത്തിലും ക്ഷേത്രത്തിലെ നിറ ദിവസം മടപ്പുര കുടുംബത്തിലെ മരണം നടക്കുന്ന ദിവസം. ഈ ദിവസങ്ങളിലൊന്നും മുത്തപ്പൻ കാണാറില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടും തിരുവപ്പനും വെള്ളാട്ടവും നടക്കും. അതിരാവിലെ 5:45 മുതൽ 8 വരെയാണ് തിരുവപ്പനും വെള്ളാട്ടവും നടക്കുന്നത്. വൈകുന്നേരം 6:30 മുതൽ ഈ ചടങ്ങ് ഉണ്ടാവും. മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വർഷത്തിലെ എല്ലാ ദിവസവും ചില പ്രത്യേക ദിവസം ഒഴികെ തെയ്യം കെട്ടുന്നു. വെള്ളാട്ടവും തിരുവപ്പനുമാണ് ഇവിടെ പ്രധാനമായി കിട്ടുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാവരും മുത്തപ്പനെ കാണാൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് തന്നെ നായ്ക്കുട്ടികളായിട്ട് വരുന്നവരും ഉണ്ട്. മുത്തപ്പൻ്റെ ഐതിഹ്യ കഥ ഇങ്ങനെയാണ്. അഞ്ചരമനയ്ക്കൽ മന്നാർ രാജവംശമാണ് മുത്തപ്പൻ്റെ ബാല്യകാലം. അവിടുത്തെ തികഞ്ഞ ശിവഭക്തയായ പടികൂറ്റി അമ്മയ്ക്കും അയ്യങ്കാര വാഴുന്നവർക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാട് പലതും നടത്തി. ഒരിക്കൽ തൻ്റെ ഭക്തിയിൽ സംപ്രീതനായ മഹാദേവൻ സ്വപ്നദർശനം നൽകി. പിറ്റേ ദിവസം പടിക്കുറ്റിയമ്മ കൊട്ടിയൂരിലെ തിരുവഞ്ചിയൂരിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിവാനുഗ്രഹത്താൽ അവിടെ നിന്നും ഒരു കുഞ്ഞിനെ ലഭിച്ചു. ഒടുവിൽ തൻ്റെ അവതാരോദ്ദേശം വ്യക്തമാക്കി നാട് നീളെ നടന്ന് ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുവാൻ വേണ്ടി ശിവവിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പനായി മടപ്പുരയിൽ കുടികൊള്ളുന്നു. ബാല്യം മുതൽ തന്നെ വിചിത്രമായ രീതിയിലായിരുന്നു മുത്തപ്പൻ്റെ ജീവിതം. ഇത്രയൊക്കെയാണ് മുത്തപ്പൻ്റെ ചരിത്രം ഞാൻ വായനയിലൂടെ മനസ്സിലാക്കിയത്. അതിന് നമ്മൾ ബോട്ട് യാത്ര ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തേക്ക് അടുക്കാറായി. ഈ ഒരു വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലം നല്ല ഭംഗിയോടുകൂടി നമുക്ക് ബോട്ട് യാത്രയിൽ കാണാൻ പറ്റും. അന്നേരം അരമണിക്കൂറത്തെ നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് പുറത്തുള്ള കുറച്ച് കാഴ്ചകളൂടെ കണ്ട് നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് പോവുകയാണ്. എന്നിട്ട് നമുക്ക് 7:30ക്കാണ് പ്രസാദ വിതരണം ഉള്ളത്. അതിനകത്ത് ഒന്നുകൂടെ ഒന്ന് കഴിക്കാനായിട്ടൊരു കൊതി. അതുകൊണ്ടാണ് ഇത്രയും സമയം കൂടെ വെയിറ്റ് ചെയ്തത്. അതിന് വീണ്ടും ചായയും അതേപോലെ തന്നെ വൻപയറും തേങ്ങാക്കൊത്തും. അതിന് പ്രത്യേക ഒരു സ്വാദ് തന്നെ കേട്ടോ. അവിടുത്തെ പ്രസാദം ആയതുകൊണ്ട് തന്നെ ആയിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, പറശ്ശിനിക്കടവിൽ സ്ഥിരമായിട്ട് നല്ല നല്ല ഭംഗിയുള്ള കുറേ കടകളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വിലയുണ്ട്. ഞാൻ കുറച്ചൊക്കെ വാങ്ങിച്ചു. പിന്നെ കുപ്പിവളകൾ അതെടുത്ത് പറയേണ്ടതെന്നാണ്. പിന്നെയും നമ്മൾ പോകാൻ നേരം ഒരു നായ്ക്കുട്ടിയെ കൂടെ കണ്ടു. ഈ വഴിയാണ് നമ്മൾ വന്നത്. ഇതേപോലൊരു ബോർഡൊക്കെ ഉണ്ട്. മുത്തപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഇനിയും മുത്തപ്പനെ കാണാൻ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ ഒരു പാലം ഓർമ്മയുണ്ടാവും, നമ്മൾ താഴേന്ന് കണ്ട ആ ഒരു പാലം തന്നെയാണ് കേട്ടോ. ഇത് തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ. ട്രെയിനിൽ തന്നെയാണ് ഞാൻ തിരിച്ചു പോയത്. ഏറനാടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് തിരിച്ച് കൊല്ലത്തേക്ക്. കുറച്ചധികം ലേറ്റായിട്ടായിരുന്നു കൊല്ലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. ചെറിയ ചെറിയ സ്റ്റോപ്പുകളിലൊക്കെ ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ വേറെ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ടും കുറേ സ്ഥലങ്ങളിൽ വണ്ടി പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം അവസാനിക്കാറായി, തിരിച്ച് വീട്ടിലേക്ക്. അതിന് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അൻവി ദ ഡ്രീം വേൾഡ്.